പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് മനുഷ്യ ജീവിതത്തിൽ ആകസ്മികമായി സംഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങളുടെ ചില മുഹൂർത്തങ്ങളുണ്ട്. അത് ആർക്കും എവിടെയും വെച്ച് എപ്പോഴും സംഭവിക്കാം. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കതിനെ ഓവർകം ചെയ്യാം? അതിജീവനമാണല്ലോ ജീവിതം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആടി ഒലിയും. നമുക്കറിയാം, ഓർക്കാപ്പുറത്ത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വാർത്ത വരുമ്പോൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ നമ്മളെ കൂടുതൽ ബോധത്തിലേക്ക് നയിക്കുന്ന ദൈവികമായ ടിപ്സുകളായി നമ്മളതിനെ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനന്ത സാധ്യതകൾ അതിൻ്റെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ധാരാളം പാഠങ്ങൾ. കാരണം നമുക്കറിയാം, നമ്മൾ പലതും നമ്മൾ പ്ലാൻ ചെയ്യും. ചില സമയം അത് സാക്ഷാത്കരിക്കാം, ചില സമയം അത് കഴിഞ്ഞെന്ന് വരില്ല, പാതി വഴിയിൽ വെച്ച് നിർത്തേണ്ടി വരും. ലോകം അങ്ങനെയാണ്. അതുകൊണ്ട് നിരാശപ്പെട്ട് നമ്മുടെ ജീവിതം എന്നേക്കുമായി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. എന്തു സംഭവിക്കട്ടെ, ജീവനോടെ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പ്രവർത്തനം ആരംഭിക്കും. അങ്ങനെയുള്ള ചില മുഹൂർത്തങ്ങൾ നമുക്കറിയാം. ചില സമയം വാല്യൂ ഉള്ള പലതും നമുക്ക് നഷ്ടപ്പെടാം. നമ്മുടെ എല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാമല്ലോ, ആധാർ കാർഡ്, ATM കാർഡ്, എല്ലാ കാർഡുകളുടെയും ലോകമാണ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ചില സമയം ആരെങ്കിലും ബോധപൂർവ്വം എടുത്തു മാറ്റാം. ചില സമയം നമ്മളെ അബോധാവസ്ഥയിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയേക്കാം. അപ്പോൾ നാടിവരേണ്ട ആവശ്യമൊന്നുമില്ല, അതിനൊക്കെ പരിഹാരമുണ്ട്. കാരണം എവിടെ വെച്ചാണോ നമ്മൾ നഷ്ടപ്പെട്ടത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ബിയോണ്ടാണ്. നമുക്കിപ്പോൾ ഒരാൾ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഒരു അപകടമൊക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് ഉചിതമായ തീരുമാനമെടുത്ത് നമ്മൾ ബോധപൂർവ്വം മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അവിടെ ആരെയും കുറ്റം പറഞ്ഞുകൊണ്ടോ പഴി പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യവുമില്ല. ലോകത്തിൽ അങ്ങനെയാണ്. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ ജീവിതത്തെ ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ്, അതാണ് നമുക്ക് വിജയിക്കുമ്പോൾ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവും, കൈമുട്ടും, നമ്മളെ പ്രോത്സാഹിപ്പിക്കും, ബെറ്റർ എന്നൊക്കെ പറയും. പക്ഷേ നമുക്കൊരു പാളിച്ച വരുമ്പോൾ, ഒരു ചെറിയൊരു ലോസ് വരുമ്പോൾ, കഷ്ടനഷ്ടങ്ങൾ വരുമ്പോൾ ഇവരൊക്കെ നമ്മളെ മാറിയിരുന്നുകൊണ്ട് കളിയാക്കുകയും ചെയ്യും. ഇതാണ് മാനവരാശിയുടെ പൊതുവായൊരു സ്വഭാവം. അത് മൈൻഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ വീണ്ടും നമ്മുടെ ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വീണ്ടും നമുക്ക് നേടിയെടുക്കാം. ചരിത്രത്തിൽ മുഴുവനും വിജയിച്ച എല്ലാ മഹാരഥന്മാരും ധാരാളം പരാജയങ്ങളും കഷ്ടനഷ്ടങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയവരാണ്. പക്ഷെ അവരും തളർന്നില്ല. അവരൊന്നും തന്നെ ഫുൾ സ്റ്റോപ്പിട്ടില്ല. വീണ്ടും പരിശ്രമിച്ചു. അന്ത്യശ്വാസം വരെ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സൽ ലോ നമ്മളെ കൊണ്ടുപോകും. നമ്മൾ ബോധപൂർവ്വം ആരെയും പറ്റിക്കേണ്ട, ആരെയും വേദനിപ്പിക്കേണ്ട, ആരെയും നമ്മൾ വഴിയിൽ പാര വയ്ക്കേണ്ട, ഒന്നും വേണ്ട. കടന്നു പോട്ടെ. നമുക്ക് പറ്റിയേക്കാം. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചില സമയം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഓർക്കാപ്പുറത്താണ് സംഭവിക്കുന്നത്. അപ്പോഴൊന്നും ആടി ഒലിയാതെ നമ്മൾ തീർച്ചയായിട്ടും ജീവിതത്തെ സ്നേഹിക്കുക, ആ സംഭവത്തെ അംഗീകരിക്കുക, അതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമ്മൾ വിവേകപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുക. ഇത്രമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.